ഒരുപക്ഷെ ബാല്യകാലത്ത് നടന്നത്, കോളേജിൽ നടന്നത്, ദാമ്പത്യ ജീവിതത്തിൽ നടന്നത്, അപ്പനിൽ നിന്നുണ്ടായത്, ഇതൊക്കെ ഇങ്ങനെ ചിലതിങ്ങനെ പൊങ്ങി വരും. അവിടെ ഹീലിംഗ് ആണ്, അവിടെ പൂർണ്ണ സൗഖ്യം അവിടെ നടക്കും. ആ സൗഖ്യം നടക്കുന്നതോടുകൂടെ ആ വ്യക്തിയുടെ സ്വഭാവത്തിനും മാറ്റമുണ്ട്. ചില ഹാബിറ്റ്സ് ഉണ്ട്. ഈ ചില കുട്ടികളുണ്ടല്ലേ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക. ഈ കുട്ടി ഇത് ബോധതലത്തിലല്ല ചെയ്യുന്നത്. അപ്പൊ അവനോട് പറയണ മോനെ അടിക്കരുത്, അപ്പൊ അവൻ കുറച്ചു നേരം അത് കടിക്കത്തില്ല. പിന്നെ കുറച്ച് കഴിയുന്ന അവൻ അറിയാതെ അത് ചെയ്യാണ്. അവൻ ബോധതലത്തിലല്ല ചെയ്യുന്നത്, അവൻ അറിയുന്നില്ല, അബോധതലത്തിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പ്രീച്ചേഴ്സ് ആയിട്ടുള്ളവരെ ഞാൻ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെയുള്ള പ്രശ്നമാണ്. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ കണ്ണാടി ഇങ്ങനെ വെക്കും, ഇവിടെ ഇങ്ങനെ പിന്നെയും കണ്ണാടി അങ്ങനെ വെക്കും. ഓൾറെഡി കണ്ണാടി ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അറിയാതെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ കൈയുടെ ചലനങ്ങളൊക്കെ ചിലത് ഇൻവോളണ്ടറി ആക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് കേടുവരുത്തുന്നതാണ് എങ്കിൽ, ഈ കുഞ്ഞു കൈ കടിക്കുന്നത് പോലെയുള്ള ആക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണും. അതായത് സബ് കോൺഷ്യസ് മൈൻഡിലോ അൺകോൺഷ്യസ് മൈൻഡ് റെലമിലോ കിടക്കുന്ന ചിലതായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്നത് കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ കൈയടിക്കുന്ന കുഞ്ഞിന്റെ പിന്നിൽ കിടക്കുന്ന ഏതോ ഒരു ലജ്ജയാണ്, ഒരു ഷെയിമാണ്. ആ ഷെയിം അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ്. അവന്റെ ബിഹേവിയറിനെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ചില കാര്യങ്ങൾ സ്വാധീനിക്കുന്നു. മനസ്സിന് സൗഖ്യം സംഭവിക്കുമ്പോൾ സ്വഭാവത്തിന് വരെ മാറ്റം സംഭവിക്കും. അവിടെ മനസ്സിൽ ചിന്തകളുമായുള്ള ബന്ധത്തിൽ വീണ്ടും ചില കാര്യങ്ങൾ കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചിന്തകളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ചിന്തകൾ ടോക്സിക് ആയിട്ടുള്ള ചിന്തകളുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചിന്തകൾ ഒരു ചിന്തയും ന്യൂട്രൽ അല്ല. ഒരു ചിന്തയും ന്യൂട്രൽ അല്ല. ഇല്ല. ഒരാൾ പറയുകയാണ് എനിക്ക് പോസിറ്റീവ് ചിന്തയും ഇല്ല, നെഗറ്റീവ് ചിന്തയും ഇല്ല. അങ്ങനെ ഒരു ചിന്തയില്ല. നിന്റെ ചിന്തകൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. പാസ്റ്റർ, ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു മനുഷ്യനും ന്യൂട്രൽ അല്ല. ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും, ഒന്നുകിൽ അവൻ ദൈവത്തിനുള്ളവനാ, അല്ലെങ്കിൽ അവൻ പിശാചിനുള്ള. ഗോഡ്ലി ഓർ അൺഗോഡ്ലി. ഒരാൾ പറയുകയാണ് ഞാൻ ദൈവത്തിനുള്ള വ്യക്തിയുമല്ല പിശാചിനുള്ള വ്യക്തിയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരാളില്ല. ഇല്ല. ദൈവത്തിനുള്ള വ്യക്തി അല്ലെങ്കിൽ പിശാചിനുള്ളതാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ന്യൂട്രൽ അല്ല. നിങ്ങൾ യേശുവിനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ആമേൻ.